ചാപ്റ്ററിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് വന്നിട്ടില്ലാത്തവർ ആബ്സെന്റ് ആയിട്ടുള്ളവർക്ക് അറിയത്തില്ല. ബാക്കി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നവോദയ ഇവിടെ ഹോംവർക്ക് ഉണ്ടാകും. ചെയ്തിട്ടില്ലല്ലോ, അതാ ഇവിടെ ഹോംവർക്ക് ഇട്ടിട്ടുണ്ട്. അടുത്ത ദിവസം ചെയ്യണം കേട്ടോ, അത് വന്നില്ല. അപ്പൊ നോക്കിക്കോ, നമ്മൾ ഇനി പഠിക്കാനുള്ളത് എന്താണ്? നമ്മൾ കുറെ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളത്തിൽ അല്ലേ? ഏതൊക്കെയായിരുന്നു? റാ എന്ന അക്ഷരം വരുന്ന ഒരു വാക്ക് പറഞ്ഞേ. റാ എന്ന അക്ഷരം വരുന്ന ഒരു വാക്ക് പറഞ്ഞു, ഒന്ന് പറ. പറ എന്നുള്ളൊരു വാക്ക് പഠിച്ചു അല്ലേ? അത് കഴിഞ്ഞ് രാ എന്ന അക്ഷരം വരുന്നൊരു വാക്ക്. രാ എന്ന അക്ഷരത്തിൽ തറ നിങ്ങൾ പറഞ്ഞ അവിടെ രാ എവിടെയാണ്? ആരാണ് തെറ്റ് പറഞ്ഞത്? ഇട്ടിക പറഞ്ഞത് കേട്ട് നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ? എല്ലാരും പറഞ്ഞില്ലേ മക്കളെ? അവിടെ രാ എന്ന അക്ഷരം ഉണ്ടാ? ഇല്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കിയേ, രാ എന്ന അക്ഷരത്തിന് അവിടെ കൊടുത്തേക്കുന്ന വാക്ക് ഏതാണ്? ഓക്കെ, മോളെ വര എന്നുള്ള വാക്കാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അടുത്ത ഞാ എന്ന അക്ഷരത്തിന് നമ്മൾ കൊടുത്തേക്കുന്ന വാക്ക് ഏതാണ്? നര. തര. അത് കഴിഞ്ഞിട്ട് താ എന്ന അക്ഷരത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ്? തറ അല്ലേ? അടുത്ത നോക്ക്, പാ എന്ന അക്ഷരത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാ? നമുക്ക് അവിടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പന എന്താണ്? അടുത്ത വാ എന്ന അക്ഷരത്തിന് എന്താണ് കൊടുത്തേക്കുന്നത്? വള. മാ എന്ന അക്ഷരത്തിന് മല. ഇനി ദാ എന്ന അക്ഷരത്തിന് ഗദ. അപ്പൊ നോക്കിയേ, റാ, പറ, പറ, രാ, വര, ഞാ, നര, ത, തറ, പ, കന, വ, വള, മാ, മല, ദ, ഗദ. ഒന്നുകൂടെ പറഞ്ഞേ. പറ, രാ, വര, ഞാ, നര, ത, തറ, പ, കന, വ, വള, മാ, മല, ദ, ഗദ. മനസ്സിലായല്ലോ? ഇതാണ് നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ചത് അല്ലേ? ഇനി നോക്കിയേ, നമുക്ക് അടുത്ത പേജ് എടുത്ത എല്ലാവരും അവിടെ മതി. അതാണ് എടുക്കാൻ പറഞ്ഞത്. അതവിടെ കറക്റ്റ് ആണ് പോലെ, അങ്ങനെ തന്നെ വെച്ചിരുന്നു. ഇതാണ് എടുക്കാൻ. ഇതെടുത്തല്ലോ. ഇതിനകത്ത് നോക്കിയേ, ഇവിടെ ഒരു പർപ്പിൾ കളറിൽ കിടക്കുന്ന അക്ഷരം ഏതാണ്? ഇത് ഏത് അക്ഷരമാണ്? കുറച്ച് പറഞ്ഞേ. ആ എന്ന അക്ഷരമാണ് അല്ലേ? ഏതാണ് അക്ഷരം? ആ എന്ന അക്ഷരമാണ് അവിടെ ഉള്ളത് അല്ലേ? ഏത് അക്ഷരമാണ് അവിടെ? ആ എന്ന അക്ഷരമാണ് അവിടെ ഉള്ളത്. ഈ ആ എന്ന അക്ഷരം എല്ലാരും കണ്ടല്ലോ. ആ വരുന്ന ഒരു വാക്കാണ് തൊട്ടടുത്തായിട്ട് കൊടുത്തേക്കുന്നത്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് എന്താണത്? ആ വരുന്ന വാക്ക്. ആ വരുന്ന വാക്ക് ഏതാണ്? അമ്മ. ആ വരുന്ന വാക്ക് ഏതാണ്? ആ എന്ന അക്ഷരം നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതുന്നത്? കൈ കൊണ്ട് എഴുതി കാണിച്ച്. ആ എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണ്? അല്ലേ? കാശി, ആ എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ആ എഴുതുന്നത്? എങ്ങനെ എഴുതും? ദാ എന്ന അക്ഷരം എഴുതി അതിനകത്തൂടെ കയറി റാ എന്ന അക്ഷരം ഇട്ട് പിന്നെ അവസാനം ഒരു രാ ഇട്ട് അവസാനിപ്പിക്കും അല്ലേ? ആ എന്ന അക്ഷരത്തിനകത്ത് ഒരുപാട് അക്ഷരങ്ങൾ വരുന്നുണ്ട്. നമ്മൾ എഴുതുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അല്ലേ? മനസ്സിലായല്ലോ? ആ വരുന്ന അമ്മ മാത്രമേ ഉള്ളൂ.
നോക്കാം, അതുപോലെ തന്നെ ആ വാക്കുകൾ നോക്കാം. ഓക്കെ.